ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മട്ടനിൽ മുട്ടൻ പണിയുമായിട്ട് ഇതാ ഒരു പ്രമോ വന്നിട്ടുണ്ട്. എന്താ സംഭവം നോക്കിയാലോ. അതായത് നമ്മുടെ ദിയയും ജാസ്മിനും ആദിലയുടെയും നൂറയുടെയും ഫ്രണ്ട്സായിട്ട് ഇന്ന് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവർ വീട്ടുകാർക്ക് സ്നേഹത്തോടെ കൊണ്ടുവന്ന സാധനമായിരുന്നു മട്ടൻ ബിരിയാണി. ഇത് സെർവ് ചെയ്യുക അവർ രാവിലെ എടുത്തില്ല കേട്ടോ, ഉച്ചയ്ക്ക് എടുത്തില്ലായിരുന്നു, ഫുഡ് എടുത്തില്ലായിരുന്നു. വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ച് വൈകുന്നേരത്തേക്ക് ഈ ഫുഡ് എടുക്കുന്ന സമയത്ത് അനുവാണ് സെർവ് ചെയ്യുന്നത്. ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് എത്താൻ വേണ്ടിയിട്ട് അനുവിൻ്റെ കാര്യം അറിയാമല്ലോ. അനു വിളമ്പുന്നുണ്ടെങ്കിൽ പിടിച്ച് വിളമ്പുന്ന ഒരാളാണ്. അതായത് എല്ലാവർക്കും എത്തണം. നമ്മുടെ വീട്ടിലൊക്കെ ഒരു മുതിർന്ന ആളുണ്ടാവില്ലേ, ആ ഒരു സ്വഭാവം പുറത്തെടുത്തിട്ടാണ് അനു ഫുഡ് വിളമ്പുക. കാരണം ലാവിഷായിട്ട് അവിടെ ഇല്ല. പിന്നെ ഇതൊരു കണ്ടൻ്റാണ് ബിഗ് ബോസ് ഹൗസിനകത്ത്. അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ് അനു. കാരണം അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ആര്യൻ ഇതിനകത്തൊരു പീസ് എടുക്കുന്നുണ്ട്. അതായത് ഒരേ പീസ് വെച്ച് വിളമ്പിയതിന് ശേഷം ആര്യൻ എക്സ്ട്രാ പീസ് എടുത്തിട്ട് പോകുമ്പോൾ ഇത് കണ്ട് ഷാനവാസും എടുക്കുകയാണ്. അപ്പോൾ അനു ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എടുക്കൽ എല്ലാവർക്കും കൂടി ഈക്വലായിട്ട് എത്തിക്കണം എന്നൊരു വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഷാനവാസ് എന്തോ പറയുന്നു. ഇതുപോലെ തന്നെ അനു അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നിന്ന് കരയുകയാണ്. പിന്നെ കാണിക്കുന്നത് ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിളിൽ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് നീ കാണിച്ച തെറ്റായി പോയി എന്ന് പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്. ആ സമയത്ത് ആര്യം കാണിച്ചു, ഞാനും കാണിക്കുന്നു. പിന്നെ അനുവിൻ്റെ മുൻപിൽ കൈ നീട്ടി ഭിക്ഷ യാചിക്കണ പോലെ നിൽക്കണോ എന്നുള്ള രീതിയിനകത്ത് ഷാനവാസും പറയുന്നുണ്ട്. ഈ സമയത്ത് അനീഷ് പറയുന്നുണ്ട് ഇത് നിനക്ക് എങ്ങനെ ഇറങ്ങണടാന്ന് ചോദിക്കുന്നുണ്ട്. ഫുഡ് വെച്ചിട്ടാണോന്ന് അറിയില്ല, നീ കഴിച്ചോ എന്നുള്ള രീതിയിൽ ഷാനവാസ് ഇറങ്ങി പോകുന്നുമുണ്ട്. ഇതാണ് പ്രമോയിൽ കണ്ടത്. അതായത് മട്ടനിൽ മുട്ടൻ പണി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് ശരിക്കും നോക്കിയാൽ അറിയാം, അവരൊരു വീടിനുള്ളിലാണ്. ഈ വീടിനുള്ളിൽ അവർക്ക് പുറത്തെ കാര്യങ്ങൾ അറിയില്ല, ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് സംസാരിക്കാനായിട്ടില്ല. ഉറപ്പായിട്ടും അവിടെ ഇപ്പോൾ ടാസ്കുകൾ വളരെ കുറവാണ്. ടാസ്കിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ല. പിന്നെ എന്ത് വെച്ചിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കും? ഓഫ് കോഴ്സ് അവിടെ ഉള്ളത് ഫുഡ് തന്നെയാണ്. നമുക്കറിയാം ലിമിറ്റഡ് ഫുഡാണ് ആ വീട്ടിലുള്ളവർ കഴിക്കുന്നത്. അതും അവരൊക്കെ അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ച് ജീവിച്ച് പോരുന്ന ആൾക്കാരായിരുന്നിട്ടുണ്ട്. ആ സമയത്ത് മിക്ക ദിവസവും പരിപ്പും ചോറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ ഫുഡ് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തലേ ദിവസമൊക്കെ പഴങ്കഞ്ഞി കുടിക്കണവരെയും ഇന്നലെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത്. ആ സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ കണ്ടന്റ് ഫുഡാണ്. ചില ആൾക്കാർ ഈ ഫുഡിന് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും തഴയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയും അതൊരു കണ്ടന്റ് സാധനം തന്നെയാണ്. നമുക്ക് ഈ ഫുഡില്ലാത്ത സമയത്ത് നമ്മുടെ അടുത്ത് എന്ത് സാധനം കൊണ്ടുവന്നാലും നമുക്കത് വേണ്ടായിരിക്കും. എന്ത് വേണേലും കൊണ്ടുവന്നോട്ടെ, ഫുഡില്ല, ബാക്കി എല്ലാ സാധനവും നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചാലും നമ്മൾ ഫുഡിന് വേണ്ടി തല്ലുണ്ടാക്കും. ഫുഡ് കിട്ടാൻ വേണ്ടി എന്ത് പരിപാടി നമ്മൾ ചെയ്യും. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അതിന് അത്രയും വാല്യൂ ഉണ്ട്. വിശപ്പിനേക്കാൾ വലുതായിട്ട് ഒരു ലോകത്തൊന്നുമില്ലാന്നേ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ മരിക്കാൻ വെട്ടൊക്കെ ചെയ്യുന്നത്. കള്ളന്മാർ വരാവുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടന്റ് ആക്കുന്നതിൽ എന്താ കുഴപ്പം? ഇത് പുറത്തു നിന്നുള്ളൊരു ഹിൻ്റാണെന്ന് തോന്നുന്നു. കാരണം അനു നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അനു 2 ആഴ്ചയായിട്ട് അത്യാവശ്യം ഒന്ന് ആക്റ്റീവ് അല്ലാതായിട്ടിരിക്കുക. ആക്റ്റീവ് അല്ല നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ കുറവായിരുന്നു. ആ സമയത്ത് ഷാനവാസും ഈ പറയുന്ന ഷാനവാസിൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ഹിൻഡ് കിട്ടിയിട്ടുണ്ടാവണം. കാരണം ഷാനവാസും വൈഫും കൂടി ഇന്ന് സംസാരിക്കുന്നത് ടി വിയിൽ ഞാൻ ലൈവിൽ കണ്ടില്ല. എപ്പിസോഡിൽ വന്നോന്നറിയില്ല കേട്ടോ, അത്രയ്ക്ക് അങ്ങോട്ട് പ്ലേ ആക്കിയിട്ടില്ല അവർ. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിയിട്ടുണ്ടാവണം. അതിൻ്റെ ബേസിലായിരിക്കണം ഇന്ന് ഇത്രയും വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവുന്നത്. എന്താണെങ്കിലും ശരി, കണ്ടൻ്റാണ്. അനു കരയുന്നുണ്ട്, ഷാനവാസ് എഴുന്നേറ്റ് പോകുന്നുണ്ട്, അനീഷ് ആ സമയത്ത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു കേട്ടോ. എങ്ങനെ ഇറങ്ങുന്നു എന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. അതെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്കട്ടോ. ബൈ.